ഈശ്വര സങ്കല്പത്തിന് പുതിയ നിർവചനം കൊടുത്ത ആളാണ് രവീന്ദ്രനാഥ ടാഗോർ. വിശ്വഭാരതി എന്ന സർവകലാശാല സ്ഥാപിച്ചിട്ട് അതിൻ്റെ കവാടത്തിൽ എത്ര വിശ്വം ഭവത്യാഗ നീട, ഇവിടെ ലോകം ഒരു പക്ഷിക്കൂട് പോലെ ഭവിക്കുന്നു എന്ന് അദ്ദേഹം എഴുതി വെച്ചു. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ നൊബൽ സമ്മാനത്തിന് അർഹമായ കൃതിയായിരുന്നു ഗീതാഞ്ജലി. ആ ഗീതാഞ്ജലിയിലാണ് അദ്ദേഹം ഈശ്വര സങ്കല്പത്തിന് പുതിയ നിർവചനം നൽകിയത്. ഈശ്വരൻ ഇരിക്കുന്നത് ക്ഷേത്രങ്ങളിലോ അഥവാ ആരാധനാലയങ്ങളിൽ ഉള്ളിലല്ല, മറിച്ച് കഷ്ടപ്പെടുന്ന ജനങ്ങളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഭജനവും പൂജനയുമെല്ലാം നിർത്തുക എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. ബംഗാളി ഭാഷയിൽ ഗീതാഞ്ജലി എഴുതി അദ്ദേഹം പറഞ്ഞത് ഭജൻ പൂജൻ ആരാധന സമസ്ത ദാഗ് പഠ്യ എന്നാണ്. അതാണ് മനോഹരമായ മലയാളത്തിൽ ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധു എന്ന് എഴുതിയത്. ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധു. നിജദേവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു നീ രുദ്ധകവാടം, കരിനില മുഴുമാ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി ഒരുക്കും പണിയാളൊരിടും ദൈവം ചേർന്നമരുന്നു മണ്ണാർന്ന് കൂടെ ചെളിയിലിറങ്ങൂ കളയൂ ശുഭ്രം വസ്ത്രം. ദൈവം ഇരിക്കുന്നത് കരിനില മുഴുന്ന കർഷകരോടും ഒപ്പവും അതോടൊപ്പം തന്നെ വർഷം മുഴുവൻ വഴി നന്നാക്കാൻ കരിങ്കൽപ്പാറ നുറുക്കി കഷ്ടപ്പെടുന്ന പണിയാളരോടൊപ്പമാണ്. മാനവ സേവയാണ് മാധവ സേവ എന്ന് വിശ്വസിച്ച ആളാണ് അദ്ദേഹം. കഷ്ടപ്പെടുന്നവനോടൊപ്പമാണ് ഈശ്വരൻ എന്ന് വിശ്വസിച്ച ആളാണ് അദ്ദേഹം. അതിനുവേണ്ടിയാണ് അദ്ദേഹം വിശ്വഭാരതി സർവകലാശാല തന്നെ സ്ഥാപിച്ചത്. അതിനാൽ തന്നെ ആരാധനാലയങ്ങളുടെ ഉള്ളിൽ പൂട്ടി വെക്കേണ്ട വസ്തുവല്ല ഈശ്വരനെന്നും സാധാരണക്കാരനോടൊപ്പം ഇരിക്കുന്ന ആളാണ് ഈശ്വരനെന്നും ഈശ്വര സങ്കല്പത്തിന് പുതിയ മാനങ്ങൾ ടാഗോർ നൽകി. അദ്ദേഹം അത് ഗീതാഞ്ജലിയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു.